ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗാണ്. സോ ഫസ്റ്റ് സെക്ഷനിൽ എനിക്ക് ജോഗ്രഫി എടുത്തത് ജോഗ്രഫിയുടെ കുറച്ച് നോട്ട്സ് എഴുതിയത് അത് റിവൈസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ജോഗ്രഫിയുടെ കുറച്ച് ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഓഷ്യനോഗ്രാഫിയിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജിയോമോർഫോളജി ഫുള്ള് തീർന്നിട്ട് ആ സെക്ഷൻ മൊത്തം ഒന്നും കൂടി നന്നായിട്ട് റിവൈസ് ചെയ്യുകയും അതിൻ്റെ നോട്ട്സ് ജിയോമോർഫോളജിയുടെ കംപ്ലീറ്റ് ആയി. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സോ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നോട്ട്സ് റിവൈസ് ചെയ്തിട്ട്. പിന്നെ ഹിസ്റ്ററിയുടെ നോട്ട്സ് മേക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ 1857 വരെ ആയി ഓപ്ഷണലിൻ്റേത്. ഇനി വൈകാതെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനു മുമ്പ് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ച് കഴിഞ്ഞ് എൻ്റെ ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 1857 കടക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. എന്താവുമെന്ന് അറിയത്തില്ല, കറക്റ്റ് സമയത്ത് കഴിയുമെന്നും അറിയത്തില്ല. ഓപ്ഷണലിൽ കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്, തീരുമോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ അപ്പം അത് ഞാൻ നോക്കുകയാണ്. സോ നോട്ട്സ് എഴുതാനുള്ളതുകൊണ്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് നാളത്തേക്ക് മാറ്റി വെച്ചേക്കണേ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നാളെ വായിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഏത് സോഴ്സാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ NCERT നോക്കിയാൽ മതി. പ്രിലിംസിനൊക്കെ വേണ്ടിയിട്ട് NCERT പ്ലസ് എന്താ പറയുക കറണ്ട് അഫയേഴ്സും കൂടി നോക്കിയാൽ മതി സയൻസ് ആൻഡ് ടെക്നോളജിക്ക്. പിന്നെ മെയിൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസ് കിട്ടും. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ബേസിക്സ് കവർ ചെയ്യാനുണ്ടാകും. ആൻഡ് മോസ്റ്റ്ലി സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ കറണ്ട് അഫയേഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി മെയിൻസിനായാലും പ്രിലിംസിനായാലും നന്നായിട്ട് കവർ ചെയ്യുക. ആൻഡ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് വേണം എന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി രവി പി അഗ്രഹാരിയുടെ ഒരു ബുക്കുണ്ട്. ഏകദേശം ഒരു 500+ എങ്ങാണ്ടും കോസ്റ്റ് വരുമെന്ന് തോന്നുന്നു. ആ ഒരു ബുക്ക് കുറച്ച് നല്ല ബുക്കാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അവരത് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പഠിച്ചാൽ മതി.
സോ നെക്സ്റ്റ് സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ റൈറ്റിങ്ങിൻ്റെ സെക്ഷനായിരുന്നു. അപ്പം ഞാൻ അതിലെടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എടുത്തത്, കോർഡിനേറ്റൽ ഡ്രിഫ്റ്റ് തിയറിനെ കുറിച്ചിട്ട്. സോ അതിൻ്റെ ആൻസേഴ്സ് ഞാൻ എഴുതി. പിന്നെ ഈ വരച്ച ഈ ഡയഗ്രാംസ് എനിക്ക് കിട്ടിയത് ഞാൻ നെറ്റിൽ നിന്ന് ഗൂഗിൾ ചെയ്തെടുത്താട്ടോ ഈ ഡയഗ്രാം. ഇത് ഞാൻ എൻ്റെ നോട്ടിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ PYQസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് വിശാൽ പബ്ലിക്കേഷൻ്റെ. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 45 ഇയേഴ്സ് ആയിട്ടുള്ള UPSCയുടെ PYQ മെയിൻസിൻ്റെ കേട്ടോ, മെയിൻസിൻ്റെ PYQs നമുക്ക് കിട്ടും. ഏകദേശം ഒരു 1979 തൊട്ട് 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു ബുക്കിലുണ്ട്. ആൻഡ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്തു. ഇത് ടോപ്പിക് വൈസ് അൺസോൾവ്ഡ് PYQs ആണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എസ്പെഷ്യലി എനിക്ക് ഓപ്ഷണലിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഹിസ്റ്ററി ഓപ്ഷണലിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതും ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. ടോപ്പിക് വൈസ് അവർ PYQs തിരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഹിസ്റ്ററിയുടെ മാത്രമല്ല, ജോഗ്രഫിയുടെ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഉണ്ട്, പിന്നെ സോഷ്യോളജിയുടെ ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഉണ്ട്, ആന്ത്രപ്പോളജിയുടെ ഉണ്ട്. ഓപ്ഷണലിൻ്റെ എനിക്ക് തോന്നുന്നു 150 റുപ്പീസ് ആവും. പിന്നെ GSൻ്റെ വരാൻ നേരത്ത് ഒരു 300 റുപ്പീസ് ആവും. ഇപ്പോൾ നിങ്ങൾക്കൊരു PYQ നോക്കാനൊരു ബുക്ക് വേണമെങ്കിൽ, അൺസോൾവ്ഡ് നോക്കാൻ വേണമെങ്കിൽ ഈ ഒരു ബുക്ക് നല്ലതാട്ടോ. ഞാൻ ഈ ബുക്കിൻ്റെ ഫോട്ടോ കമ്മ്യൂണിറ്റി ടാബിലിട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട് ഈ ബുക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയാമെന്ന്. സോ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ഈ ബുക്കിനെ കുറിച്ചിട്ട്. നല്ലൊരു ബുക്കാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ആൻസർ റൈറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. നല്ലതാണ്. ടോപ്പിക് വൈസ് തിരിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സിലബസ് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ആക്കാം. കാരണം ഈ സിലബസ് നമുക്ക് വായിക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ മനസ്സിലാവില്ല ഏതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വന്ന ടോപ്പിക്കെന്ന്. പക്ഷേ ഇതിൽ അവർ ടോപ്പിക് വൈസ് തിരിച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇന്നൊരു സിലബസിൽ ഇന്ന പോയിൻറ്റ്സൊക്കെയാണ് വന്നത് എന്ന് നമുക്ക് ഈ ഇന്ന ക്വസ്റ്റ്യൻസാണ് വന്നത് ആ ഒരു ഇതിൽ കവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കാൻ നേരത്ത് ഈ ബുക്ക് നല്ലൊരു ബുക്കാണ്, യൂസ്ഫുള്ളാണ്.
I have to be somewhere right now. Why are you crying? Feels like just a day or maybe two since I last saw you, but now I won't come back around if you're not trying. പിന്നെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് ആൻസർ റൈറ്റിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടാണ് വീണ്ടും പഠിക്കാനിരുന്നത്. സോ ഈ സെക്ഷനിൽ ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. ഹിസ്റ്ററിയുടെ കുറച്ച് നോട്ട് മേക്ക് ചെയ്യാനുണ്ട്. സോ മുന്നേ നിങ്ങൾ കണ്ടത് ഞാൻ ഒരു സ്റ്റഡി ആയിക്കൂടെ ഹിസ്റ്ററിയുടെ ബുക്കുണ്ട്. സോ അതിൽ നിന്ന് നല്ല കുറച്ച് നോട്ട്സ് കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് കീറി എടുത്ത് എൻ്റെ ഓപ്ഷണൽ നോട്ടിൽ ഒക്കെ എടുത്ത് വെച്ചതാണ് ചെയ്തത്. ഇപ്രാവശ്യത്തെ ഓപ്ഷണലിൻ്റെ പേപ്പേഴ്സൊക്കെ കണ്ടായിരുന്നു. ഓപ്ഷണലിൻ്റെ പേപ്പേഴ്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല എളുപ്പം പോലെ തോന്നി. ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ ഇപ്രാവശ്യം ഭയങ്കര എളുപ്പമായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഹിസ്റ്ററിയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് കുറേ വാസ്റ്റാണ്. പക്ഷേ ആ ഒരു ഡിമെറിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പഠിക്കേണ്ടത് ഫുള്ള് ആ ഒരു സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് കാര്യങ്ങൾ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ PYQ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി ഹിസ്റ്ററി നമുക്ക് ഇതാക്കാൻ വേണ്ടി, ഓപ്ഷണലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഇതിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സിലബസ് ഇത്തിരി വാസ്റ്റ് ആയതാണ്. സോ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് ഈ ഹിസ്റ്ററിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ് ഹിസ്റ്ററി പഠിക്കുന്നത്. പക്ഷേ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോർത്തായിട്ടുള്ള സബ്ജക്റ്റാണ്. എസ്പെഷ്യലി നമുക്ക് GS 1 ഇപ്പോൾ വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ സിലബസിൽ ആ ടോപ്പിക്ക് തന്നെ ഹിസ്റ്ററി നമുക്കുണ്ടല്ലോ. സോ ഹിസ്റ്ററി നമുക്ക് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ളത് കവറായി പൊക്കോളും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കഥ പോലെ ഇങ്ങനെ ഓർത്തിരുന്നാൽ മാത്രം മതി. പിന്നെ ആൻസർ റൈറ്റിങ് എല്ലാം നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇപ്രാവശ്യം ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യം ഡിമാൻഡ് സെയിം തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്രാവശ്യത്തെ ഹിസ്റ്ററി ഓപ്ഷനിൽ PYQൽ കണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഞാൻ ആ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഓപ്ഷണലിൻ്റെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ജോഗ്രഫി ഓപ്ഷണലിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ട് ഇപ്രാവശ്യത്തെ. സോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് പറഞ്ഞാൽ മതിയാവും. എനിക്ക് മെസ്സേജ് അയച്ചാലും മതിയാവും, മെയിൽ അയച്ചാലും മതിയാവും. ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അങ്ങനെ ഇന്നത്തെ സ്റ്റഡി സെക്ഷൻ ഒരു 9 hours ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.